ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ +2 പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ള ഭൂമിശാസ്ത്രം 5 മാർക്കിനാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ആ ഭാഗം ഉൾപ്പെടുന്ന SCERT ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ അധ്യായങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ SCERT വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ചോദ്യം: അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമായ അന്തരീക്ഷമർദ്ദം ഏത് ഉപകരണം ഉപയോഗിച്ച് അളക്കാം? ആൻസർ ബാരോമീറ്റർ അല്ലെങ്കിൽ മർദ്ദമാപ്പിനി എന്ന് കൊടുക്കാനും സാധ്യതയുണ്ട്. അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമായ അന്തരീക്ഷമർദ്ദം ഏത് ഉപകരണം ഉപയോഗിച്ച് അളക്കാം? ബാരോമീറ്റർ, മർദ്ദമാപ്പിനി. അടുത്ത ക്വസ്റ്റ്യൻ: മർദ്ദം ഏത് ഏകകത്തിലാണ് രേഖപ്പെടുത്തുക? മില്ലിബാർ, എക്സ്കോ പാസ്കൽ. അടുത്തത്: കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അനിമോമീറ്റർ. കാറ്റിൻ്റെ ദിശ അറിയുന്നത് വിൻഡ് വെയിൻ എന്ന ഉപകരണം ഉപയോഗിച്ചാണ്. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അനിമോമീറ്റർ. കാറ്റിൻ്റെ ദിശ അറിയുന്നത് വിൻഡ് വെയിൻ എന്ന ഉപകരണത്തിൻ്റെ സഹായത്താലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഭൂമിയുടെ ഉള്ളറയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത പാളികളെ തരംതിരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൻസർ ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ. ഭൂമിയുടെ ഉള്ളറയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത പാളികളെ തരംതിരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ. അടുത്തത്: ഭൂവൽക്കത്തിൻ്റെ ശരാശരി കനം എത്ര? 10 കിലോമീറ്റർ. ഭൂവൽക്കത്തിൻ്റെ ശരാശരി കനം 10 കിലോമീറ്റർ. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതെല്ലാം? മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ: മഴ ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണം. മഞ്ഞുവീഴ്ച നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണം. ആലിപ്പഴം മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണം. ഇത് മൂന്ന് നോക്കി വയ്ക്കുക. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ: മഴ ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണം. മഞ്ഞുവീഴ്ച നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണം. ആലിപ്പഴം മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണം. അടുത്ത ക്വസ്റ്റ്യൻ: സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിൽ എത്തുന്ന പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ സൗരതാപനം. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിൽ എത്തുന്ന പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൗരതാപനം. അടുത്തത്: ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ അളവിൽ അന്തരീക്ഷത്തിൽ താപം നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ആൻസർ അന്തരീക്ഷത്തിലെ മേഘങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവ. ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ അളവിൽ അന്തരീക്ഷത്തിൽ താപം നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങൾ: അന്തരീക്ഷത്തിലെ മേഘങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ, പൊടിപടലങ്ങൾ. തെർമോമീറ്റർ ഉഷ്ണമാപ്പിന് ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന അന്തരീക്ഷ പ്രതിഭാസം ഏതാണ്? അന്തരീക്ഷ താപം. തെർമോമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന അന്തരീക്ഷ പ്രതിഭാസം അന്തരീക്ഷ താപം. മർദ്ദവ്യത്യാസങ്ങൾ, കാറ്റുകൾ, ആർദ്രത, ഘനീകരണം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണമെന്ത്? സൗരോർജ ലഭ്യതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. മർദ്ദവ്യത്യാസങ്ങൾ, കാറ്റുകൾ, ആർദ്രത, ഘനീകരണം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്കുണ്ടാകുന്ന കാരണം സൗരോർജ ലഭ്യതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. അടുത്തത്: കേരളത്തിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജോൽപാദനം നടത്തുന്ന പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെ? ആൻസർ രാമക്കൽമേട്, ഇടുക്കി ജില്ല, കഞ്ചിക്കോട്, പാലക്കാട്. കാറ്റാടി യന്ത്രങ്ങൾ ശക്തിയായും തുടർച്ചയായും കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് ആശ്വാസമാകും. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്, പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജ്ജോൽപാദനം നടത്തുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങൾ എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങൾ എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. മണ്ണിനെക്കുറിച്ച് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മണ്ണിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ട മുഴുവൻ പോയിന്റുകളും മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആ വീഡിയോ കണ്ടു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത.
അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നു. അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നു. ആർദ്രത അളക്കുന്നത് ആർദ്രത മാപ്പിനി എന്ന ഉപകരണം ഉപയോഗിച്ചാണ്. ഒരു ദിവസത്തെ ഏറ്റവും താഴ്ന്ന താപനില രേഖപ്പെടുത്തുന്നതെപ്പോൾ? സൂര്യോദയത്തിന് തൊട്ടുമുമ്പ്. ഒരു ദിവസത്തെ ഏറ്റവും താഴ്ന്ന താപനില അളക്കുന്നതെപ്പോൾ? സൂര്യോദയത്തിന് തൊട്ടുമുമ്പ്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. താങ്ക്